ബിഗ് ബോസ് സീസൺ 8. ബിഗ് ബോസ് സീസൺ 8 ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ തുടങ്ങാൻ തന്നെയാണ് സാധ്യത. സീസൺ 6 നടന്ന അതേ സമയത്ത് തന്നെ സീസൺ 8 നടത്താനാണ്. ഈ വെക്കേഷനൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് കാണാൻ പറ്റിയ ഒരു ഷോ തന്നെയാണ്. എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം മാർച്ച് ഏപ്രിലാണ് കേട്ടോ നമുക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. സീസൺ 7 നടന്ന പോലെ കുറച്ചങ്ങോട്ട് ബാക്കോട്ട് പോകാൻ സാധ്യതയില്ല. നേരത്തെ തന്നെ മാർച്ച് ഏപ്രിലിൽ തന്നെ വരാനായിട്ടുള്ള സാധ്യതയാണ്. ഈ പ്രാവശ്യം പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് പ്രേക്ഷകർ ആരുടെയൊക്കെ പേരുകളാണോ സജസ്റ്റ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഒരു ടി വി ഷോയിലെ ഇതിലെ പ്രേക്ഷകരോട് ചോദിച്ചിട്ടുള്ള പേരുകളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യത്തെ പോലെ ലാലേട്ടൻ തന്നെയായിരിക്കും ഷോ കൊണ്ടുപോകുന്നത്. അതിൽ യാതൊരു സംശയമില്ല. ഒരുപാട് പേരുടെ സംശയമാണ് വേറൊരാൾ വരുമോ. ഒരിക്കലുമില്ല. നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ലാലേട്ടൻ തന്നെയാണ് ബിഗ് ബോസ് നയിക്കാൻ പോകുന്നത്. അതിൽ യാതൊരു വക മാറ്റമില്ല. അപ്പോൾ ബിഗ് ബോസ് സീസൺ 8 നമ്മുടെ ലാലേട്ടൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനി നമ്മുടെ കുറച്ച് പേരുകൾ ഇവിടെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പേര് നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെയാണ് കേട്ടോ. രാഹുൽ ഈശ്വറിനെ കുറിച്ചിട്ട് പറയാനൊന്നുമില്ല. ആൾ മലയാളി ഹൗസിലുണ്ടായിരുന്നു. ഇനി ബി ഹൗസിലോട്ട് വന്നാൽ വളരെയേറെ നന്നായിരിക്കും. ആൾ വാക്കുകൾ കൊണ്ടും നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. തൻ്റേതായ അഭിപ്രായം എല്ലാ സ്ഥലത്തും ആൾ രേഖപ്പെടുത്താറുണ്ട്. മാധ്യമങ്ങളിലും മീഡിയയിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറുടെ പേരാണ് ഫസ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ലിസ്റ്റിൽ. രണ്ടാമത് നമ്മുടെ ഇതുപോലെ തന്നെ പേര് കേട്ടാൽ ഫേമസ് ആണ് ചെകുത്താൻ. ആൾ ഇതുപോലെ തന്നെ കുറേ ഷോകളിലും ആളുടേതായ വാക്കുകൾ കൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ചെകുത്താൻ. സാത്താൻ എന്നുള്ള പേരിലൊക്കെയാണ് ആൾ അറിയപ്പെടുന്നത്. അപ്പോൾ ആളെയും കൊണ്ടുവരാനായിട്ട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റാണ്. നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ പോലെ തന്നെ സംസാരിക്കാനായിട്ട് വളരെ ഇതുള്ള ആളാണ് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ്. അപ്പോൾ അവിടെ വന്നാൽ ബി ഹൗസിൽ രണ്ടുപേരും ചേർന്നിട്ടുള്ള ഒരു ഇത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അടുത്തതായിട്ട് നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം എന്തിനൊക്കെയോ വേണ്ടി അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സത്യഭാമ ടീച്ചർ. അപ്പോൾ ആളും ബി ഹൗസിൽ വന്നാൽ എന്തായിരിക്കും ആളുടേതായ അഭിപ്രായങ്ങളും ഇവരെല്ലാവരും കൂടി ചേർന്നാൽ ഇവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കി കാണാനായിട്ട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സത്യഭാമ ടീച്ചർക്കും ഇവിടെ ഒരു ഇടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സീരിയൽ രംഗത്ത് നിന്ന് അമ്മമാരുടെയൊക്കെ കുറേ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അമൃത, എല്ലാവർക്കും പരിചയമുള്ള ഒരു സീരിയൽ നടി കൂടിയാണ്. ഒത്തിരി സീരിയലിലൂടെ നമുക്ക് പരിചയമുള്ള ഒരു കുട്ടിയാണ് അമൃത. അപ്പോൾ അമൃതയും ഈ പേര് ആളുകൾ സീരിയൽ ഭാഗത്ത് നിന്ന് അമൃതയുടെ പേരാണ് കേട്ടോ എല്ലാവരും കൊടുത്തിട്ടുള്ളത്. നമുക്ക് കാണാം സീരിയലിൽ പോലെ തന്നെ ബി ഹൗസിലും വന്നിട്ട് ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ അമൃതയ്ക്ക് സാധിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ബിഗ് ബോസ് 8 എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളാണ് അമൃത. അടുത്തതായിട്ട് 6ലും 7ലും 5ലും എല്ലാവരും പേര് പറഞ്ഞിട്ടുള്ള ഒരാളാണ് നാഗച്ചേച്ചി. നാഗച്ചേച്ചി വന്നാൽ എന്തായിരിക്കും ബിഗ് ബോസിൽ നടക്കാൻ പോകുന്നത്? ഈ എല്ലാവരുടെയും കൂടി അവരുടേതായ കണ്ടന്റുകൾ സൃഷ്ടിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് നാഗച്ചേച്ചി. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട് നാഗച്ചേച്ചിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പേരാണ് അടുത്തതായിട്ട് ആ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്, നാഗച്ചേച്ചി. നാഗച്ചേച്ചിനെ എല്ലാവരും കുറേ സീസണായിട്ട് കാത്തിരിക്കുക, ആൾ വരും എന്ന്. അടുത്തതായിട്ട് നമ്മുടെ സിനിമയിലും കോമഡി രംഗങ്ങളിലും സ്റ്റാർ സിംഗറിലൊക്കെ നിറഞ്ഞ ഒരു വ്യക്തിയാണ് കേട്ടോ ബിനു അടിമാലി. ബിനു അടിമാലിനെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആൾ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം കോമഡി ഭാഗത്തുനിന്ന് ഒരാൾ വരാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ആഗ്രഹിക്കുന്നത് ബിനു അടിമാലിനെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തായിട്ട് യൂട്യൂബ് രംഗത്ത് നിന്ന് നമ്മുടെ രചന വന്നിട്ടുണ്ട്. നമ്മുടെ വളരെ കുറച്ച് നാളുകൾ കൊണ്ട് ജനഹൃദയങ്ങൾ മില്യണോളം ആൾക്കാർ ഫോളോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. കുറേ തമാശകളും കുസൃതികളൊക്കെ ആയിട്ട് ഒരു കൊച്ചുമിടുക്കിയാണ് ആൾ. ബിഗ് ബോസിൽ വന്നാൽ നന്നായിരിക്കുമെന്നാണ് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കണ്ടൻറ് ക്രിയേറ്ററായിട്ട് നമ്മുടെ രചന വരുമെന്നാണ് ലിസ്റ്റിൽ പറയുന്നത്. അടുത്തതായിട്ട് മലയാളികളുടെ മനസ്സിൽ മലയാളി തനിമ നിലനിർത്താൻ നമ്മുടെ അനുസിത്താരയുടെ പേര് ഇവിടെ എഴുതി ചേർത്തിട്ടുണ്ട് കേട്ടോ. അനുസിത്താര അവിടെ വന്ന് ഡാൻസുകാരിയാണ്. നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. അനുസിത്താരയുടെ ഒരു പ്രസൻസ് ബിഗ് ബോസ് സീസൺ 8 ഉണ്ടായിക്കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് ആളുകളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ സീസൺ 8 ഇത്രയൊക്കെ ആളുകളുടെ പേരുകൾ ഉറപ്പായിട്ടും പറഞ്ഞിട്ടുള്ളതാണ്. ഇവർ വരുമോ വരാതിരിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ
ബിഗ് ബോസ് 8 നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ ബിഗ് ബോസിൽ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.